ഇവിടെ ഒരു ഭക്തൻ, വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. അയാളുടെ പേര് സെക്കരിയാവ്. സെക്കരിയാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർത്തു. അവനെ ആളുകൾ എന്തോ വിളിക്കുന്നത്? യഹോവ ഓർത്തു. ഇപ്പോൾ വയസ്സെത്രയായി? 80, 90. ആളുകൾ ചോദിച്ചു കാണും, ദൈവം ഓർത്തെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് മക്കളില്ലാത്തത്? അവൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത്. എലിസബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഓർ ഗോഡ് ഈസ് മൈ ഓത്ത്, ഗോഡ്സ് പ്രോമിസ്. ആൾ ചോദിക്കാം, എവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം? അവരും സ്വയം ചോദിച്ചു കാണും, എവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം? അയാൾ ചോദിച്ചു കാണും, എവിടെ ദൈവം എന്നെ ഓർത്തത്? നിങ്ങൾക്കും ചിലപ്പോൾ ചോദ്യം കാണും, വേദപുസ്തകം ഉണർന്നിട്ട് എന്ത് പ്രയോജനം? ദശാംശം കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ച് ചോറ് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഞാൻ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ഈ മനസ്സിനകത്ത് ഈ മനുഷ്യനെ പോലെ ചിന്ത, അയാൾ ആരാണ്? അയാൾ പുരോഹിതനാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. എത്ര വർഷമായ ആളുകൾ വിളിക്കുന്നു, ഈ പേരൊക്കെ വിളിച്ചു, ഈ 50 വർഷം വിളിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലോ. ആളുകൾ പറഞ്ഞു കാണും, എന്തോ തകരാറ് കാണും. ചിലപ്പോൾ നിങ്ങളെയും ആളുകൾ തെറ്റിദ്ധരിച്ചെന്ന് വരാം. ഏതോ മഹാപാപം ചെയ്തതായിരിക്കാം. ചിലപ്പോൾ ദൈവാലയത്തിലെ നെയ്യോ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതാകാം, അല്ലെങ്കിൽ രൂപ മോഷ്ടിച്ചതാകാം. നിങ്ങളെയും ആളുകൾ തെറ്റിദ്ധരിച്ചു എന്ന് വരാം. അപ്പോഴായിരിക്കും വേറെ കുറേ ബന്ധുക്കൾ എന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്താട്ടെ, അവിടെ ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് വേറൊരു ദൈവമുണ്ട്, അവിടെ വന്ന് മെഴുകുതിരി എത്തിക്കാമെങ്കിൽ, അവിടെ വന്നിട്ട് ചരട് കെട്ടാമെങ്കിൽ, അവിടെ വന്നിട്ടൊരു പൂവമ്പഴം കൊടുക്കാമെങ്കിൽ കുഞ്ഞുണ്ടാകും. പക്ഷേ അവർ പോയില്ല. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എങ്കിലും തെറ്റായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകരുത്. വാക്യം 8, കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. ഹല്ലേലൂയ. ധൂപം കാട്ടുന്ന നാഴികയിൽ എന്ന് പറഞ്ഞാൽ അവന് സമയമുണ്ട്. എനിക്കറിഞ്ഞൂടെ 3 മണിക്കൂറാണോ 4 മണിക്കൂറാണോ, അത് കഴിയുമ്പോൾ വേറൊരാൾ, അത് കഴിയുമ്പോൾ 3-4 മണിക്കൂർ കഴിയുമ്പോൾ വേറൊരാൾ. അവൻ്റെ നറുക്ക് വന്ന സമയത്ത് ദൈവദൂതൻ വന്നു. അതിന് മുമ്പേ അല്ല വന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു നോട്ടമുണ്ടെങ്കിൽ നിൻ്റെ അനുഗ്രഹം വേറൊരാൾ കൊണ്ടുപോകത്തില്ല, വേറൊരാൾ കൊണ്ടുപോകത്തില്ല. 11ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവന് പ്രത്യക്ഷനായി. നിൻ്റെ ഭക്തിക്ക്, നിൻ്റെ ആരാധനയ്ക്ക്, നിൻ്റെ കണ്ണുനീരിന് വിലയുണ്ട്. നിൻ്റെ സമയത്ത് ദൈവം നിന്നെ സഹായിക്കും. നിൻ്റെ വലത്ത് ഭാഗത്ത്, യഹൂദന് വലത്ത് ഭാഗവും ഇടത്ത് ഭാഗവും തമ്മിൽ വലിയ വലിയ അർത്ഥമുള്ളതാണ്. അവൻ്റെ വലത്ത് ഭാഗത്ത് അവന് പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ സമയത്ത് നിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വരും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും.